2024 ഇന്ത്യൻ ചെസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുവർണ കാലഘട്ടമായിരുന്നു. ആദ്യം തന്നെ ഗുകേഷ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായി. അതിന് പിന്നീട് 2024 അവസാനത്തോടെ കൊണേരു ഹംപി ലോക വുമൺ റാപ്പിഡ് ചാമ്പ്യനുമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ഇവിടെ കൊണേരു ഹംപി കളിച്ചൊരു ബ്യൂട്ടിഫുൾ ആയുള്ളൊരു ഗെയിമാണ്. റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ കൊണേരു ഹംപിയാണ് വൈറ്റ് കളിക്കുന്നത്, ബ്ലാക്ക് കളിക്കുന്നത് മോ ഐറിസ് എന്ന് പറഞ്ഞ പ്ലെയറാണ്. എന്തായാലും ഗെയിം കണ്ടു നോക്കാം. ഹംപി തുടങ്ങുന്നത് D4 വെച്ചിട്ടാണ്. D5 C4, അപ്പോൾ ക്വീൻസ് ഗാംബിറ്റ് ആണ് ഇവിടെ കൊണേരു ഹംപി കളിക്കുന്നത്. E6, അപ്പോൾ ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. പോൺ വെച്ച് പോണിനെ എടുക്കുന്നില്ല, പകരം ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. നൈറ്റ് F3, നൈറ്റ് F6, നൈറ്റ് C3. അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആംഗ്ലോ ഇന്ത്യൻ ക്വീൻസ് നൈറ്റ് വേരിയേഷനിലോട്ടാണ് പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇവിടെ ക്വീൻ്റെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു. ഇനി ക്യൂൻ B3 വന്നുള്ള ഐഡിയാസാണ് ഇവിടെ വൈറ്റിനുള്ളത്. A6 കളിക്കുന്നു, B5 സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുകയാണ്. പോൺ വെച്ച് എടുക്കുന്നു, പോൺ വെച്ച് തിരികെ എടുക്കുന്നു. ക്വീൻ B3 കളിച്ച് ആ B7 ഒരു ത്രെട്ട് കൊടുക്കുന്നു. ഇപ്പം തൽക്കാലം ത്രെട്ടില്ല, ബിഷപ്പ് ഉള്ളതുകൊണ്ട്. പക്ഷേ ബിഷപ്പ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ B7 പണി കിട്ടുന്നതാണ്. അതുകൊണ്ട് ബ്ലാക്ക് B5 കളിക്കുകയാണ്. ബിഷപ്പ് G5 കളിച്ചാൽ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബിഷപ്പ് E6, അപ്പോൾ ഈ ഒരു പോണിന് അഡീഷണൽ പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്തു. A4 കളിച്ച് ആ പോണിനെ ചലഞ്ച് ചെയ്യുവാണ്. ത്രെട്ട് ചെയ്യുന്നത് പോൺ വെച്ച് പോണിനെ വെട്ടിയെടുക്കാനാണ്. ഒരു പക്ഷേ G6 ഒക്കെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് പോൺ വെച്ച് വെട്ടും, കാരണം തിരികെ വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, ഈ റൂക്ക് ഇവിടെ വീഴുന്നതാണ്. അപ്പം ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ടാണ് പോൺ B4 കളിച്ചാൽ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ നൈറ്റിനെ ഹംപി ഇപ്പോൾ തിരികെ കളിക്കുന്നതിന് പകരം ആദ്യം ബിഷപ്പ് വെച്ചാൽ നൈറ്റിനെ വെട്ടിയെടുത്ത് ഇവിടെ എതിരാളിയുടെ ക്യൂനിലേക്ക് അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ മോ ഐറിസ് ഇവിടെ ക്യൂൻ വെച്ച് ആ ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കുകയാണ്. നൈറ്റ് വെച്ച് പോണിനെ വെട്ടുന്നു. ഇപ്പോൾ C7 പോണിലോട്ടും ക്യൂനിലേക്കും ഒരേ സമയം അറ്റാക്കാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂൻ തിരികെ വരികയാണ് ചെയ്യണം. ഇനി എങ്ങനെയാണ് ഹംപി ഈ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഒരു ക്യൂനും ഈ ഒരു ബിഷപ്പും രണ്ടും കൂടെ ഈ നൈറ്റിലേക്ക് ഇവിടെ അറ്റാക്ക് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് പീസുകളോടെ ഈ നൈറ്റിലേക്ക് അറ്റാക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഹംപി E4 കളിച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാണ്. ഇപ്പോൾ പോണുണ്ട്, ക്യൂനുണ്ട്. പക്ഷേ ഇവിടെ C6 കളിച്ചതോടെ ഈ നൈറ്റിന് ഇപ്പോൾ ഏകദേശം പണിയിലാവും. കാരണം ഇപ്പോൾ ഈ നൈറ്റ് എങ്ങോട്ടേലൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ ക്യൂനങ്ങ് നഷ്ടപ്പെടുന്നതായിരിക്കും. എവിടേക്ക് മാറിയാലും ഇത് തന്നെയാണ് പ്രശ്നം. ഇവിടേക്ക് മാറിക്കഴിഞ്ഞാലും ക്യൂൻ പോവും, എങ്ങോട്ട് കളിച്ചാലും ഇവിടെ ക്യൂൻ പോവും. അപ്പോൾ ഹംപി ഇവിടെ ഒരു ബ്ലണ്ടറിലേക്ക് പോയി പെട്ടോ, വേറെ എന്ത് മൂവാണ് ഇവിടെ കളിക്കാൻ പറ്റുക? കാരണം ഈ നൈറ്റ് ഇവിടെ അനങ്ങിക്കഴിഞ്ഞാൽ ഈ ക്യൂനിവിടെ പോകുന്നതാണ്. ഹംപി പക്ഷേ ഇവിടെ പൊസിഷനിലെ ഏറ്റവും ബെസ്റ്റ് മൂവാണ് കളിക്കണേ. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹംപി കളിച്ച ഏറ്റവും ബെസ്റ്റ് നീക്കത്തെ പറ്റി ചിന്തിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ഒന്ന് കണ്ടു നോക്കിയാലോ. ക്വീനിനെ E3 കളിക്കുന്നു. ആ നൈറ്റിനെ അവിടെ വെച്ചു കൊടുക്കുന്നു. കാരണം എന്തായാലും നൈറ്റ് രക്ഷപ്പെടും, എന്നാൽ തകർപ്പനൊരു അറ്റാക്ക് കിട്ടിയേക്കാമെന്നാണ് ഹംപിയുടെ ഐഡിയ. ഇവിടെ ഓഫ് കോഴ്സ് പോൺ വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു. ഇപ്പോൾ ബിഷപ്പ് വെച്ച് വെട്ടാൻ പറ്റില്ല, കാരണം കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്തുകൊണ്ട് ക്യൂൻ വെച്ച് തന്നെ വെട്ടണം. ഇവിടെ നേരിട്ട് പെട്ടെന്നുള്ള വേറെ ഐഡിയാസൊക്കെ പോകുന്നതിന് മുമ്പേ റൂക്ക് C1 വിളിച്ചാൽ C5 ഇവിടെ ഹംപിയുടെ പരിധിയിലാക്കുവാണ്. അപ്പോൾ ഇനി ഒരു പക്ഷേ ബിഷപ്പിന് നല്ല ഡയഗണലിലോട്ട് വരാം. ഒന്നെങ്കിൽ D3 വരാം, അല്ലെങ്കിൽ C4 വരാം. ബിഷപ്പ് E7, അപ്പോൾ ബ്ലാക്ക് ഒരു സമാധാനപരമായി കാസിൽ ചെയ്യാനൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ ബിഷപ്പ് D3 കളിക്കുന്നു. അടുത്ത ബിഷപ്പ് E4 കളിച്ച് അങ്ങനെ ഒരു ക്യൂനിലേക്കും റൂക്കിലേക്കും ഒരു എക്സ്റേ അറ്റാക്ക് കൊടുക്കാനാണ് ഇവിടെ ഹംപിയുടെ ശ്രമം. ക്യൂൻ തിരികെ പോകുന്നു. ബിഷപ്പ് E4 കളിക്കുന്നു, റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. റൂക്ക് A7, D5 കളിച്ചിട്ട് ആ ബിഷപ്പിലേക്കും റൂക്കിലേക്കും ഒരേ സമയം അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലെയർ റൂക്കിനെ C7 കളിക്കണേ. ഇനി എന്ത് സംഭവിക്കും? ബിഷപ്പ് വെച്ച് ആ പോണിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ബിഷപ്പ് വെച്ച് തിരികെ വെട്ടിയാൽ മതി. ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ശേഷം ഇവിടെ റൂക്ക് C8 എന്ന് പറഞ്ഞ മൂവ് ഉണ്ട്. അപ്പോൾ ബിഷപ്പ് വെച്ച് എന്തായാലും മറക്കാൻ പറ്റില്ല. ക്യൂൻ വെച്ച് മറച്ചു കഴിഞ്ഞാൽ വെറുതെ ക്യൂൻ പോകും. അപ്പോൾ അതുകൊണ്ട് കിങ് D7 കളിക്കാൻ നോക്കിയാലോ ജസ്റ്റ് ആ റൂക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ട്. നേരിട്ട് അങ്ങനെ ഒരു മൂവ് ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് റൂക്കിനെ C7 കളിക്കുന്നത്. ഇവിടെ ഹംപി റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടിയെടുക്കുന്നു, ക്യൂൻ വെച്ചെടുക്കുന്നു. ഇനി ആ ബിഷപ്പിനെ വെട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു വിന്നിങ് പൊസിഷനാണ് ഇവിടെ വൈറ്റിനുള്ളത്. പോൺ വെച്ച് വെട്ടുന്നു, ബിഷപ്പ് ജസ്റ്റ് പുറകോട്ട് വന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചെസ്സാണ് ഹംപി കളിക്കുന്നത്. ഇവിടെ ബിഷപ്പ് മാറുന്നു, ക്യൂനുമായിട്ട് ലൈനപ്പ് ചെയ്യുക. ഇപ്പോൾ ചാടിക്കയറി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ H7 പോണിലേക്ക് പണി കിട്ടും. ഇതാണ് ഇവിടെ ഹംപി സിഗ്നൽ ചെയ്യുന്നത്.
അപ്പോൾ ക്യൂൻ E4 ആണ് ത്രെട്ട്. അപ്പം അതുകൊണ്ട് ആദ്യം ബ്ലാക്ക് ഇവിടെ കളിച്ചിട്ട് ഈ ഒരു E4 സ്ക്വയർ അങ്ങ് കൺട്രോൾ ചെയ്യണം ഇവിടെ ബ്ലാക്ക്. ബിഷപ്പ് D3 കളിച്ച് അറ്റാക്ക് ചെയ്യണം തിരിച്ച്. ക്യൂൻ മാറുന്നു, ക്യാസിൽ ചെയ്യുന്നു. ഇപ്പം കിങ് ഭയങ്കര സേഫാണ്. ഈ കിങ്ങിനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. നൈറ്റ് ഇവിടെ D7 കളിക്കുന്നു. ഹംപി ജസ്റ്റ് ഒരു പോണും കൂടെ വെട്ടിയെടുത്തു. ഇപ്പം നല്ലൊരു പാസർ ഭാവിയിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. ഈ ബിഷപ്പും കൂടെ ഇവിടേക്ക് വന്നിട്ട് ക്യൂണിനെയൊക്കെ ഡിഫ്ലക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ പോൺ വളരെയധികം പവർഫുൾ ആവും. ഇവിടെ എന്തായാലും ക്യാസിൽ ചെയ്യാണ് ബ്ലാക്ക്. ഇവിടെ ക്യൂൺ ടേക്ക് C6. ഓക്കെ, ഇങ്ങനെ ഒരു ചെക്ക് കണ്ടിരുന്നേക്കാം, പക്ഷെ ക്യാസ്ലിംഗിലും നടന്നല്ലോ. ഇവിടെ തൽക്കാലം കിങ് സേഫ് ആയെന്ന് ബ്ലാക്ക് ഹോപ്പ് ചെയ്യുകയാണ്. പക്ഷെ റൂക്ക് ഇവിടെ F7 കളിക്കുന്നു. ഈ അവസ്ഥ, ഈ ഒരു പീസുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ക്യൂന്, നൈറ്റ്, ബിഷപ്പ്, റൂക്ക് എല്ലാം 7th റാങ്കിൽ വെറുതെ ഡിഫെൻസിനായിട്ട് തന്നെ വെച്ചേക്കുക, ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്നാൽ ഹംപിയുടെ കിങ് ആണെങ്കിൽ വളരെയധികം സേഫുമാണ്. അപ്പോൾ ഇവിടെ ബിഷപ്പിന് C4 കളിച്ചിട്ട് ആ റൂക്കിലേക്ക് ഒരു പവർഫുൾ അറ്റാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ക്യൂൻ F4 കളിച്ച് ഓക്കെ ഇപ്പോൾ തൻ്റെ റൂക്കിനെ അങ്ങ് തിരിച്ചങ്ങ് ഡിഫെൻഡ് ചെയ്യുകയാണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന മൂവ് ഐറിസ്. ഇവിടെ ഹംപി ഡയറക്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കണ്ടിന്യൂഷനിലായിട്ട് പോകുന്നത്. ക്യൂൻ വെച്ച് റൂക്കിനെ വെട്ടിയെടുക്കുകയും ചെയ്യണേ, നല്ലൊരു എക്സ്ചേഞ്ച് തന്നെ കിട്ടുവാണ്. പക്ഷേ ഇതിനേക്കാളും നല്ല ഐഡിയാസും ഉണ്ട്. ഒരു പക്ഷേ G3 കളിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേരിയേഷൻ നോക്കാം. നൈറ്റിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്യൂൻ വെച്ച് ബിഷപ്പിനെ വെട്ടിയാൽ മതി. ആ റൂക്ക് വെച്ച് വെട്ടാൻ പറ്റില്ല, കാരണം എന്താണ്, ബിഷപ്പ് അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ക്യൂൻ F5 പോലത്തെ മൂവ് കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് കൊടുക്കും. നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോൺ A5. അപ്പോൾ ഇവിടെ ഈ ക്യൂനാണ് ഈ ഒരു റൂക്കിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത്. ഇതിലേക്കിട്ടൊരു ഡബിൾ അറ്റാക്ക് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാസ് പോണിലേക്ക് തിരികെ പോകാൻ ഇവിടെ ബ്ലാക്കിന് സമയമില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ബ്ലാക്ക് വിന്നിങ് ആയിരിക്കും. അപ്പോൾ ആ മൂവ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയും കളിച്ച് നോക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തപ്പോൾ ഹംപി ജസ്റ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ കുറച്ച് എക്സ്ചേഞ്ചുകൾ നടക്കുന്നു. ജസ്റ്റ് A5 കളിക്കുന്നു. ഇപ്പോൾ നൈറ്റിന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് നേരിട്ട് പിടിക്കാനും പറ്റില്ല. നൈറ്റ് ഇവിടേക്ക് കളിക്കാൻ നോക്കുന്നു. ഓക്കെ, ഈ ഒരു മൂവ് തടഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇവിടെ ഓൾറെഡി നല്ല പീസ് അഡ്വാൻറ്റേജും നല്ലൊരു വിന്നിങ് അറ്റാക്ക് ഇവിടെ ഹംപിക്കുണ്ട്. നൈറ്റ് E5 ചെക്ക് എന്നുള്ള മൂവിന് ശേഷം ഇവിടെ ഹംപിയുടെ എതിരാളിയായ മൂവ് ഐറിസ് റിസൈൻ ചെയ്യാണ്. അപ്പോൾ തകർപ്പനായിട്ടുള്ളൊരു ഗെയിമാണ് ഇവിടെ കൊണേരി ഹംപി കളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം വളരെ അഭിമാനകരമായ നിമിഷമാണ്. ഒരു ലോക റാപ്പിഡ് ചാമ്പ്യൻ, വുമൻസ് സെക്ഷനിൽ ലോക റാപ്പിഡ് ചാമ്പ്യൻ കൊണേരി ഹംപി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും കൊണേരി ഹംപിക്ക്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.